എലക്ഷൻ്റെ അവസാന ഘട്ടങ്ങളിൽ പോലും പലപ്പോഴും മാധ്യമങ്ങൾ കൂട്ടം കൂടി നിന്ന് വി ഡി സതീശൻ്റെ വായിൽ നിന്ന് അത് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആരുടെയൊക്കെ വോട്ട് വേണം വേണ്ട എന്നിട്ട് പോലും ആ ഒരു അവസാന ദിവസങ്ങളിൽ വരെ നമ്മളത് ശ്രദ്ധിച്ചതാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്നുള്ള ആകാംക്ഷ. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം മുഖവിലക്കെടുത്തില്ല. ആരെന്ത് പറഞ്ഞാലും ഒരാൾ പോലും ഞാൻ സന്ധിയില്ല സമരം എന്ന് അയാൾ പറഞ്ഞത്. മാത്രമല്ല നമ്മൾ എക്സിറ്റ് പോളിൽ നമുക്ക് 84 പറഞ്ഞിട്ടുള്ളൂ UDF-ൽ. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞ് അവർ പറഞ്ഞതല്ല ശരി, അതിനേക്കാളും കൂടുതൽ കിട്ടും എന്ന് തന്നെയുള്ള ആ ഒരു വലിയ ഒരു ആത്മധൈര്യം അദ്ദേഹത്തിന്. വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, ശക്തനായ വീക്ഷണമുള്ള ആ നേതാവ് പറയുന്നു, ഞങ്ങൾ കുടുംബമാണ്, UDF കുടുംബമാണ്, ആവർത്തിച്ച് പറഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞാനിത് 100 എന്ന ആ സംഖ്യ UDF-ൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, 100 കിട്ടിയില്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നത്. ഇതിൽ നിൽക്കുന്ന ആളുകൾ ശക്തിയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മൂന്നാം മുന്നണിയായിട്ട് വന്നിട്ടുള്ള BJP-യും ശക്തി കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു 102 നിയമസാമാജികരെ സൃഷ്ടിക്കുക എന്നുള്ളത് അത് നമ്മുടെ നാട്ടിലുള്ള UDF-ൻ്റെ നേതാക്കളുടെ ഒരു മികച്ച കഴിവ് തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും.